എല്ലാവർക്കും കുബൂസ് കഫേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ മത്തങ്ങ തോരനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തോരൻ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതുപോലെ 2 വലിയ കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മൾ അതിന് ശേഷം ഈ മത്തങ്ങയൊക്കെ ഇതേപോലെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കും. അപ്പോൾ ആ മത്തങ്ങയിലെ കറയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാരും മിസ് ചെയ്യില്ല ഈ ഒരു സ്റ്റെപ്പ്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു 3 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമ്മുടെ 1/2 മുറി തേങ്ങ ചിരകിയത്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കരുത്, ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടായ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉഴുന്നിടുന്നത് ആരും മിസ്സാക്കരുത്. ഈ ഉഴുന്നിടുമ്പോഴാണ് ആ മത്തങ്ങാത്തോരന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മത്തങ്ങ എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി മത്തങ്ങയൊക്കെ 4 സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മുടെ തേങ്ങയുടെ മിക്സ് അതിനിടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മത്തങ്ങ എല്ലാം കൂടെ എടുത്ത് അതിലേക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ തോരൻ റെഡി ആവുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദേ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു തോരൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മുടെ ആ ഉഴുന്നൊക്കെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഒരു വേറെ ലെവലിൽ കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ഒരു മത്തങ്ങ, അതായത് നല്ല പോഷക ഗുണമുള്ള ഒരു വെജിറ്റബിളാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തോരൻ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.